റിലീസായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കലാപരിപാടിയാണിത്. ഏതെങ്കിലും തിയേറ്ററിൽ പോയി ഒളിച്ചിരുന്ന ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പതിപ്പുകൾ, ക്യാമറ പ്രിന്റുകളെല്ലാം തന്നെ പുറത്തിറങ്ങുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രിന്റുകൾ പുറത്തിറക്കുന്ന ആളുകളെയും അത് വിതരണം ചെയ്യുന്ന ആളുകളെയും എല്ലാം തന്നെ പിടികൂടുന്ന ഒരുപാട് വാർത്തകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഇടയായിട്ട് വളരെ വിജയകരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ ഉൾപ്പെടെയുള്ള പല സിനിമകളുടെയും HD ഒറിജിനൽ പ്രിന്റ് ലീക്ക് ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഇത് ആരാണ് ലീക്ക് ആക്കുന്നത്, എവിടെ നിന്നാണ് ലീക്ക് ആകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ നെട്ടോട്ടം ഓടുകയാണ് പോലീസും സിനിമ അണിയറ പ്രവർത്തകരും. വിതരണത്തിന് അയച്ച കോപ്പികളിൽ ഏത് കോപ്പി എവിടെ നിന്ന് എങ്ങനെ ലീക്കായി എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ ഇതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വി ആർ ഹെൽപ്ലെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വലിയ നഷ്ടമാണ് ഇത്തരത്തിലുള്ള വ്യാജ പതിപ്പുകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്ക് സാധിക്കും. അത് എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് വീഡിയോസ് ദിവസേന അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിനകത്ത് എന്നെയും ഈ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബിനോയ് ആൻഡ് വെൽക്കം ടു മൈ വാൾ സ്ട്രീറ്റ്. ക്രിപ്റ്റോ കറൻസി ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഈ ഒരു ചാനൽ ചെയ്തു വരുന്നത്. സോ അത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആദ്യം നമുക്ക് എങ്ങനെയാണ് തിയേറ്ററുകളിലേക്ക് സിനിമ വരുന്നത്, അത് എവിടെ വെച്ചായിരിക്കും ലീക്ക് ആകാനായിട്ടുള്ള സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ക്യൂബ് എന്നോ അല്ലെങ്കിൽ UFO എന്നോ ഒക്കെ എഴുതി കളിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവരാണ് തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിക്കുന്നത്. പണ്ട് കാലത്ത് ഫിലിം പെട്ടികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത് ക്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്ന സിനിമകളുടെ കോപ്പികൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് ആയിട്ടാണ് എത്തുന്നത്. ഓൺലൈൻ ഡിജിറ്റൽ കോപ്പികളും എത്തുന്നുണ്ട്. ഇങ്ങനെയാണ് തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുന്നത്. ഇത് ഡിജിറ്റൽ സിനിമ പാക്കേജ് DCP എന്ന ഫോർമാറ്റിൽ ഒരു എൻക്രിപ്റ്റഡ് ഫയൽ ആയിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. ചുമ്മാ ഹാർഡ് ഡിസ്ക് കുത്തിയിട്ട് പ്ലേ ചെയ്യാനൊന്നും പറ്റില്ല. അതിന് തിയേറ്ററുകാർക്ക് ഒരു ലൈസൻസ് ആവശ്യമായിട്ടുണ്ട്. കീ ഡെലിവറി മെസ്സേജസ് എന്നാണ് ഈ ലൈസൻസിനെ പറയുക. KDM എന്ന് പറയും. അതുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിനകത്ത് പ്രദർശിപ്പിക്കാൻ പറ്റും. സോ നമ്മളൊരു സിനിമ കാണാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ ആ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാനാണെങ്കിൽ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർക്ക് അവരുടെ സിനിമയുടെ ഒരു കോപ്പി കൊടുക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ക്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് അതിൻ്റെ ഒരു കോപ്പി അപ്ലോഡ് ചെയ്യുന്നു. ക്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അവരുടെ കീഴിലുള്ള എല്ലാ തിയേറ്ററുകളിലേക്കും ആ സിനിമയുടെ കോപ്പികൾ വിതരണം ചെയ്യുന്നു. ഈ രീതിയിലാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇനിയാണ് നമ്മുടെ പ്രധാന ചോദ്യം, ഇത് ലീക്ക് ആകാനായിട്ട് ചാൻസ് ഉള്ളത് എവിടെയൊക്കെയാണ്? പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന ഫയലിന്റെ കോപ്പികളാണ് ക്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കോപ്പികളാക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഒരു ലീക്ക് സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവിടെയുള്ള ആളുകൾ ഇത് ലീക്ക് ആക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ അതിനുള്ളൊരു ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ക്യൂബിലേക്ക് വന്നതിന് ശേഷവും ആ എൻക്രിപ്റ്റഡ് ഫയലിലേക്ക് ആക്സസ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് ലീക്ക് ആക്കാൻ സാധിക്കും. വീണ്ടും അവിടെയുള്ള ആളുകൾ അത് ലീക്കാക്കും എന്നല്ല ഞാൻ പറയുന്നത്, അവിടെ അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. തിയേറ്ററിൽ എത്തിയതിന് ശേഷവും ഒരു ലീക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അവിടുത്തെ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ലീക്ക് ആകാനായിട്ടുള്ള ചാൻസ് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. സോ ഇതെല്ലാം ഒരു പോസിബിലിറ്റീസ് ആണ്. ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ എല്ലാം അത് ലീക്ക് ആകപ്പെടാനായിട്ടുള്ള ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൽ ഏത് രീതികളിലൂടെയാണ് ഇത് ലീക്ക് ആകുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇത് ആര്, എവിടെ നിന്ന്, എപ്പോൾ, എങ്ങനെ ലീക്ക് ആക്കി എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ഇതിനുള്ള സൊല്യൂഷൻ വരുന്നത്, ബ്ലോക്ക് ചെയിൻ സൊല്യൂഷൻ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഞാനും എൻ്റെ ഫ്രണ്ട്സും അടങ്ങുന്ന ഒരു വീഡിയോ ബ്ലോക്ക് ചെയിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ആൻഡ് ആ വീഡിയോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണ്. ആ ഫ്രണ്ട് അവൻ്റെ മറ്റൊരു ഫ്രണ്ടിനും അവൻ്റെ ഗേൾ ഫ്രണ്ടിനും ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അത് അവളുടെ ബെസ്റ്റിക്കും, അവളുടെ ബെസ്റ്റി അത് വേറെ ഒരുപാട് പേർക്കും അയച്ചു കൊടുത്താൽ ആ വീഡിയോ ലീക്ക് ആക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീഡിയോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മാത്രം അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോ വേറെ ഒരുപാട് പേരിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവർക്ക് ആരാണ് ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, ആരിലൂടെയാണ് അവരിലേക്ക് ആ വീഡിയോ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്കെന്നല്ല, ആർക്ക് വേണമെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലോക്ക് ചെയിൻ എന്താണ് എന്നും ബ്ലോക്ക് ചെയിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബ്ലോക്ക് ചെയിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ബ്ലോക്ക് ചെയിനകത്ത് ഒരാൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് അത് വേറെ ആളുകളുടെ കയ്യിലൂടെ പോയി എത്രയൊക്കെ ആളുകളുടെ കൈ മറിഞ്ഞ് പോയാലും അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നും അത് ഏത് വഴിയിലൂടെയാണ് കൈ മറിഞ്ഞ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ആ ബ്ലോക്ക് ചെയിനകത്ത് സാധിക്കും. ബ്ലോക്ക് ചെയിനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസ്ഫേഴ്സും ബ്ലോക്ക് ചെയിനകത്ത് റെക്കോർഡഡ് ആയിരിക്കും. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ബ്ലോക്ക് ചെയിൻ. ഇനി നമ്മുടെ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ ഈ സിനിമ ബ്ലോക്ക് ചെയിനകത്തേക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. എന്നിട്ട് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഈ പടം ഇറക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള 3 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ പടത്തിന്റെ ഓരോ കോപ്പികൾ വീതം പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റും. ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർക്ക് കിട്ടിയ കോപ്പിയുടെ ഒരു കോപ്പി എടുത്തിട്ട് ക്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൊടുക്കാം. ക്യൂബിന് അതിൻ്റെ കുറേ കോപ്പികൾ എടുത്തിട്ട് ഓരോ തിയേറ്ററുകളിലേക്കും കൊടുക്കാൻ സാധിക്കും. ഈ ഓരോ കോപ്പികൾക്കും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഈ സിനിമ പ്ലേ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസർ സ്മാർട്ട് കോൺട്രാക്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രത്യേകം കീസ് ആവശ്യമായിട്ട് വരും. ഈ കീസ് വേണമെങ്കിൽ 1 ടൈം യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഫിക്സഡ് ടൈം പീരീഡിൽ എക്സ്പയർ ആയി പോകുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ആ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഈ സിനിമ ഏതെങ്കിലും ഒരു പോയിന്റിൽ ലീക്ക് ആകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഹിന്ദി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൈവശമുള്ള മാർക്കോ D3 എന്ന കോപ്പിയാണ് ലീക്കായി പോകുന്നത് എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏത് വഴിക്കാണ് അത് ലീക്ക് ആയത് എന്ന് അതിൻ്റെ ട്രാൻസ്ഫർ റെക്കോർഡ് വെച്ച് ഈസിയായി കണ്ടെത്താൻ പറ്റും. ഇനി ക്യൂബിൽ നിന്നാണ് ലീക്ക് ആയതെങ്കിൽ അതും ഇതേ സെയിം രീതിയിൽ അതിൻ്റെ ട്രാൻസ്ഫർ റെക്കോർഡ് വെച്ച് ഈസിയായി കണ്ടെത്താൻ പറ്റും. തിയേറ്ററിൽ നിന്ന് ലീക്ക് ആയിട്ട് അത് വ്യാപകമായി പ്രചരിച്ചാൽ പോലും അത് ഏത് തിയേറ്ററിൽ നിന്നാണ് ലീക്ക് ആയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ കിടിലനായിട്ട് ഈ ഒരു കാര്യം അവിടെ ബ്ലോക്ക് ചെയിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒറിജിനൽ കോപ്പി ലീക്ക് ആക്കുന്ന കള്ളന്മാരെ മാത്രമേ നമുക്ക് ബ്ലോക്ക് ചെയിൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ തിയേറ്ററിനകത്ത് പോയിരുന്നിട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇത് ലീക്ക് ആക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് ബ്ലോക്ക് ചെയിന് സാധിക്കില്ല. പക്ഷേ തിയേറ്ററിനകത്തുള്ള സെക്യൂരിറ്റി കുറച്ചൊന്ന് സ്ട്രോങ് ആക്കുകയാണെങ്കിൽ അവരെയും പിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളവന്മാരെ പിടികൂടിയിട്ട് ചന്തിക്ക് നല്ല പടയും കൊടുത്ത് പോലീസിൽ ഏൽപ്പിക്കുക. സോ ബ്ലോക്ക് ചെയിൻ എങ്ങനെ മൂവി പൈറസിയുടെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.